ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന് പൂക്കളും കുരുത്തോലകളും കൈകളിലെടുത്ത് ദാവീദ് പുത്രന് ഊശാന പാടുന്ന ദിവസം. ജീവിതത്തിലെ മറക്കാനാവാത്ത, എന്നും ഓർമ്മയിൽ വയ്ക്കുന്ന എത്ര ഊശാനകൾ കടന്നുപോയാലും നമുക്ക് അതെന്നും ഒരു ഓർമ്മയായി നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പുത്തൻ ഓർമ്മയായി തന്നെ നിലകൊള്ളുന്നുണ്ട്. യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടിയതെല്ലാം ഏറ്റവും വിലമതിച്ചത് എന്ന് കണ്ടുകൊണ്ട് ദാവീദ് പുത്രന് ഊശാന പാടിയ വഴിയോരത്തെ ജനങ്ങൾ. ഞാനും നിങ്ങളും ഇന്ന് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ദാവീദ് പുത്രന് ഊശാന പാടുന്ന ഓർമ്മയുടെ ദിനം. ഏറ്റവും വലിയ പ്രലോഭനത്തിൻ്റെ, ഒരുപക്ഷെ മരുഭൂമിയിൽ പോലും യേശുവിന് ഉണ്ടായ പ്രലോഭനങ്ങളെക്കാൾ വലിയ പ്രലോഭനമാവാം ലക്ഷോപലക്ഷം വരുന്ന മുഖ്യപങ്കും ആളുകൾ യേശുവിന് ഊശാന പാടി ജയ് ജയ് എന്ന് വിളിച്ചുകൊണ്ട് അവനെ ആർത്ത് വിളിക്കുന്ന സമൂഹം. ഒരുപക്ഷെ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി സാത്താൻ്റെ വലിയ പ്രലോഭനത്തിൻ്റെ ദിവസം. പക്ഷേ ആ പ്രലോഭനത്തെയും അതിജീവിച്ച് ദൈവ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി കീ ജയ് വിളിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത, തൻ്റെ പിതാവിൻ്റെ വാക്കുകളും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങളും അറിഞ്ഞു ജീവിക്കുന്ന യേശു തമ്പുരാൻ ഈ പ്രഭാതം നമ്മെ വിളിച്ചറിയിക്കുന്നത്, ഈ ഊശാന നമ്മെ വെളിപ്പെടുത്തി തരുന്നത്, ഈ ഊശാനയിലൂടെ നാം തിരിച്ചറിയേണ്ടത് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത്. അത് ദൈവികമായിരിക്കുന്ന ശക്തിയാണ്. ദൈവിക ശക്തിയുള്ളവർക്ക് മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൂടുതൽ കൃപകളുടെ അഭിഷേകം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയമോനച്ചൻ.